നമസ്കാരം. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിലും ജൈവ വൈവിധ്യ പരിപാലനത്തിലും ലോകത്തിന് തന്നെ മാതൃകയാകാൻ ഒരുങ്ങുകയാണ് UAE. 2026 രാജ്യത്തെ പരിസ്ഥിതി നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുക, പരിസ്ഥിതി മലിനീകരണം തടയുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ ഭേദഗതികൾ വരുന്നത്. ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ കരുതി വെക്കുക എന്ന UAEയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണിത്. പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത പിഴയും നിയമ നടപടികളും ഉൾപ്പെടുത്തിയുള്ള ഈ പുതിയ ഉത്തരവ് രാജ്യത്തെ പ്രകൃതി സ്നേഹികൾക്കും താമസക്കാർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വികസനവും പരിസ്ഥിതിയും എങ്ങനെ കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ വലിയൊരു ഉദാഹരണമായി UAE മാറുകയാണ്. രാജ്യത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വ്യാപാരം തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് UAEയിലെ പരിസ്ഥിതി നിയമങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്. 22 വർഷത്തിന് ശേഷമാണ് ഈ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നത്. കൂടാതെ പുതിയ നിയമപ്രകാരം നിയമലംഘകർക്ക് 20 ലക്ഷം ദിർഹം വരെ പിഴയും 4 വർഷം വരെ തടവും ലഭിക്കാവുന്ന കർശനമായ നിയമങ്ങൾ കൂടി പ്രഖ്യാപിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുമൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നതിനാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. ഇത്തരം ജീവികളെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ UAE വഴി കടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു. ഫ്രീ സോണുകൾ ഉൾപ്പെടെ UAEയുടെ എല്ലാ അതിർത്തികളിലും ഈ നിയമം ബാധകമായിരിക്കും. കൂടാതെ നിയമവിരുദ്ധമായി കടത്തുന്ന സാധനങ്ങൾ കണ്ടുകെട്ടാൻ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിന് അധികാരം കൂടെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മൃഗരോഗ പ്രതിരോധവും വെറ്ററിനറി ക്വാറന്റൈനും മൃഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി 45 വർഷം പഴക്കമുള്ള വെറ്ററിനറി ക്വാറന്റൈൻ നിയമങ്ങളും ഒക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതോടെ UAEയിലേക്ക് കൊണ്ടുവരുന്നതോ കൊണ്ടുപോകുന്നതോ ആയ എല്ലാ മൃഗങ്ങൾക്കും മൃഗ ഉൽപ്പന്നങ്ങൾക്കും കർശനമായ ആരോഗ്യ പരിശോധനകൾ നിർബന്ധമാണ്. അതിനാൽ അംഗീകൃത അതിർത്തി പോയിന്റുകൾ വഴി മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിക്കാവൂ. ഒപ്പം രോഗം ബാധിച്ച മൃഗങ്ങളെ കണ്ടെത്തിയാൽ ക്വാറന്റൈൻ ചെയ്യാനോ നിർമ്മാർജ്ജനം ചെയ്യാനോ ഉള്ള സംവിധാനങ്ങൾ കൂടെ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സസ്യങ്ങൾ, വിത്തുകൾ, സസ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാർഷിക ക്വാറന്റൈൻ നിയമങ്ങളും പുതുക്കി. കൃഷിക്ക് ദോഷമായ കീടങ്ങളും രോഗങ്ങളും എത്തുന്നത് തടയുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കൂടാതെ ലംഘനം നടത്തുന്ന വിദേശികൾക്ക് പിഴയ്ക്ക് പുറമെ രാജ്യത്ത് നിന്ന് നിർബന്ധിതമായി നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷകളും ലഭിക്കും. ഒപ്പം പിഴത്തുക 5 ലക്ഷം ദിർഹം വരെയായി ഉയർത്തി. കൂടാതെ പുതിയ സസ്യയിനങ്ങൾ വികസിപ്പിക്കുന്നവർക്കും ഗവേഷകർക്കും നിയമപരമായ സംരക്ഷണം നൽകാൻ പുതിയ നിയമം പ്രത്യേകം പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ ഇതിനായി ഒരു പ്രത്യേക രജിസ്റ്റർ ഉടൻ ആരംഭിക്കും. ഇതിൽ പുതിയ ഇനം സസ്യങ്ങൾക്ക് 20 വർഷം വരെയും മരങ്ങൾക്കും വള്ളിച്ചെടികൾക്കും 25 വർഷം വരെയും സംരക്ഷണ കാലയളവ് ലഭിക്കുകയും ഇത് കാർഷിക മേഖലയിലെ ഗവേഷണങ്ങൾക്കും പുരോഗതിക്കും വലിയ കരുത്താകുമെന്ന പ്രതീക്ഷയിലുമാണ് അധികൃതർ. പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറും ഒരു നിയമമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് UAE ഇതിലൂടെ നൽകുന്നത്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കർശനമായ നിയമങ്ങൾ അനിവാര്യമാണ്. 2026 നടപ്പിലാക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തെ ജൈവ വൈവിധ്യത്തെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, സുസ്ഥിരമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്ക് ഈ നിയമം ഒരു താക്കീതാകുമ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് വലിയൊരു കരുത്തായി മാറും. സർക്കാരിന്റെ ഈ മഹത്തായ നീക്കത്തോട് സഹകരിക്കുക എന്നത് ഓരോ താമസക്കാരന്റെയും കടമയാണ്. അവിടെ സ്വദേശിയെന്നോ പ്രവാസിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. പച്ചപ്പും ശുദ്ധവായും നിറഞ്ഞ ഒരു നാളേക്കായി നമുക്ക് ഈ നിയമങ്ങളെ നെഞ്ചിലേറ്റാം. എന്തായാലും ഒരു കാര്യം UAE പറഞ്ഞു വെക്കുന്നുണ്ട്: ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പിഴയും ശിക്ഷയും ഒക്കെയാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് ഗ്ലോബൽ.